അതെ, ആരാ? ഏഞ്ചൽ എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? DC ബുക്സിന്റെ സെമിനാറിലുണ്ടായിരുന്ന. അല്ല, അപ്പൊ ഏഞ്ചൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഓർക്കാഞ്ഞിട്ടാവുള്ളൂ. ദാറ്റ്സ് ഓക്കെ. എൻ്റെ പേര് മഹേഷ്, ഡോക്ടറാണ്. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചാലോ? പ്ലീസ്. ഡോക്ടർ എന്തൊക്കെയാ പറയണേ? എന്നെ ആദ്യമായിട്ട് കാണും മുന്നേ ഡോക്ടർ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നോ? അതും എന്റെ ചെറുപ്പകാലം. ഇതെന്താ മൊറഗാമിയുടെ നോവലോ? സി ഏഞ്ചൽ, എനിക്കിവിടെ ഏഞ്ചലിനെ കൺവിൻസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും അച്ചീവ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യത്തിന്റെ പുറകെയാണ് ഞാൻ. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു ഫിക്ഷനായി തോന്നാനേ സാധ്യതയുള്ളൂ. വടേവർ, ഐ ഡോണ്ട് കെയർ. ഏഞ്ചൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏഞ്ചൽ ഒരു കാലത്ത് കണ്ടുമരുന്ന സ്വപ്നത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഞാനും, കൂടാതെ ഏഞ്ചലിന്റെ ഫ്രണ്ട് അമീറും. ഡോക്ടർ ഈ പറയുന്ന അമീർ മറയൂരിൽ എന്റെ സ്കൂളിംഗ് ഡേയ്സ്, കൊച്ചു ത്രേസ്യ ടീച്ചറുടെ ക്ലാസ് റൂമിൽ ഞാൻ ഫെയിന്റ് ആയത്, അമീറിന് മെമ്മറി ലോസ് വന്നത്, ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്, ഫാക്ട്സ് ആണ്. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് എനിക്ക് ഒരു പരിചയമില്ലാത്ത ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് പറയുമ്പോ ഞാനിങ്ങനെ വണ്ടടിച്ച് നിൽക്കാണ്. പക്ഷെ എന്നെ അമീറിനെയും ഡോക്ടർ ഡ്രീമിൽ കണ്ടു എന്ന് പറയണത് എനിക്കെന്തോ അങ്ങോട്ട് കൺവിൻസ് ആവണില്ല. പണ്ട് എസ്റ്റേറ്റിലെ കുറെ ലേബേഴ്സ് അമീറിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു. അതുപോലെ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിട്ട് എനിക്കിത് തോന്നുന്നുള്ളൂ. ഐ എം സോറി ഡോക്ടർ. നോ ഇഷ്യൂസ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടികളുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി ഒന്ന് അറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഏഞ്ചലിനെ കണ്ടതോടുകൂടി ഞാൻ ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എനിക്ക് അമീറിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. യു ഹാവ് എനി ഐഡിയ അബൌട്ട് ഹിം? ആബ്സല്യൂട്ട്ലി നോ. ഓക്കെ, ടേക്ക് കെയർ, ലീവ് ഇറ്റ്. ഹായ് ശ്വേത. കോൺഫറൻസ് എന്തായി? ഹാ, ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എവിടെയാ മഹേഷിന്റെ ഹോട്ടല്? അവിനാശി റോഡിലാടി. എന്താടി ഒരു അൺസാറ്റിസ്ഫൈഡ് ഫീല്? ഏയ് നത്തിങ്. ശ്വേത, നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നാളെ കഴിഞ്ഞങ്ങ് എത്തും. എന്നിട്ട് ഞാൻ സ്ട്രേറ്റ് വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡോക്ടറെ, ഈ കൊച്ചു ത്രേസ്യ ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിന്റെ ആദ്യത്തെ ഭാഗം അമീറിനെയും ഏഞ്ചലിനെയും കാണുന്ന പോർഷൻ നടന്നത് 89 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ലോറി ഇൻസിഡന്റ്. ഒരു ഡ്രീമിൽ തന്നെ 2 കാലഘട്ടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. 2 ദിവസം കൊണ്ട് ഇത്രയധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടും എന്താ ഡോക്ടർ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെ? ഏയ് നത്തിങ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഏഞ്ചലിന് എന്നെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ്. അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു വിയർഡ് ഫീലിംഗ്. ദാറ്റ്സ് ഓൾ. ഡോക്ടർ, നിങ്ങൾ ഭാഗമായത് ഒരു ഷെയർഡ് ഡ്രീം സ്പേസിലാണ്. ഏഞ്ചലിന്റെ ഇപ്പോഴത്തെ രൂപം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? ഡോക്ടർക്ക് ഇനി ഇതേ അപ്പിയറൻസിൽ അവരെ ഡ്രീമിലും കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അമീറിന് എന്ത് സംഭവിച്ചു എന്നറിയാനല്ലേ? അതിനുള്ള ഉത്തരം റിയാലിറ്റിയിൽ നിന്നല്ല, നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടൂ. നിങ്ങൾ കണ്ട സ്വപ്നത്തിലെ 2 കാലഘട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. പക്ഷെ ഡോക്ടറെ കൊണ്ട് മാത്രം അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി മെമ്മറീസ് റിലേറ്റഡ് ടു ദാറ്റ് പ്ലേസ്. സോ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും. പക്ഷേ ഏഞ്ചൽ അവിടെ ഉണ്ടെങ്കിൽ ഷീ ക്യാൻ റീക്രിയേറ്റ് എനി ഇവന്റ് ഓർ എനി ഡേ ഫ്രം ഹെർ മെമ്മറീസ്, ബിക്കോസ് ഷീ വാസ് പാർട്ട് ഓഫ് ദാറ്റ് പ്ലേസ്, ദാറ്റ് പീരിയഡ്. ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? ഡോക്ടർ ഏഞ്ചലിനെ ഒന്നുകൂടെ പോയി നേരിട്ട് കാണണം. എന്നിട്ട് അവരോട് അമീർ ഏതെങ്കിലും ഡ്രീം സയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഡീൽ.